ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇത് നമ്മളിപ്പം സെക്കൻഡ് മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സും കൊണ്ട് റൈറ്റ്സ് വരെ പറഞ്ഞുകൊണ്ട് ആ ചാപ്റ്റർ ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുക, നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ സെക്ഷൻ 1 ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. സെക്ഷൻ 2 നമ്മൾ ഡെഫിനിഷൻസും പറഞ്ഞതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇനി വീണ്ടും ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി ഞാനിപ്പോൾ പറയാൻ പോകുന്ന സെക്ഷൻ 3 മുതൽ ഉള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ 15-16, അതായത് സെക്ഷൻ 15-16 വരെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പിന്നെ അതെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് ഒരു കൺക്ലൂഷനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് കൺക്ലൂഡഡ് ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വീണ്ടും ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയുന്നു എന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്ന കാര്യം സെക്ഷൻ 3 രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ 3, 4, 5, 6, 7 ആൻഡ് 8 വരെയുള്ള സെക്ഷൻസും രജിസ്ട്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ നിങ്ങൾ വായിച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെക്ഷൻ 3 മുതൽ 8 വരെ രജിസ്ട്രേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഞാനത് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറയുന്നു. അപ്പോൾ രജിസ്ട്രാറിനെ കുറിച്ചാണ് സെക്ഷൻ 3(1) എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഗവൺമെൻറ് സ്പെഷ്യൽ അല്ലെങ്കിൽ ജനറൽ ഓർഡർ വഴി അപ്പോയിൻ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതായത് കേരള സ്റ്റേറ്റിന് വേണ്ടി അപ്പോയിൻ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രജിസ്ട്രാർ എന്ന് പറയുന്നത്. അതായത് കേരള സ്റ്റേറ്റിലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ മുഴുവൻ സുപ്രീം അതോറിറ്റി ആർക്കാണ് വരുന്നത്? രജിസ്ട്രാർക്കാണ് വരുന്നത്. അത് ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ ഈ രജിസ്ട്രേഷൻ ചെയ്യുന്നതിൻ്റെ ഒബ്ജക്ട്സ്, ലക്ഷ്യം എന്തൊക്കെയാണ്? ഇത് സെക്ഷൻ 4 അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബേസിക്കായിട്ട് 2 ഒബ്ജക്ട്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ്. സെക്കൻഡ് വൺ ഈസ് ഫെസിലിറ്റേറ്റിംഗ് ദ ഓപ്പറേഷൻസ് ഓഫ് സൊസൈറ്റി. അപ്പോൾ എക്കണോമിക് ഇൻട്രസ്റ്റ്, മെമ്പേഴ്സിൻ്റെ എക്കണോമിക് ഇൻട്രസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ കൺട്രോളിങ് ദ ഓപ്പറേഷൻസ് ഓഫ് സൊസൈറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യുക. അങ്ങനെ 2 ബേസിക് ഒബ്ജക്ട്സ് ആണ് അതിനുള്ളത്. പിന്നെ സെക്ഷൻ 5 പറയുന്നത് ടൈപ്പ് ഓഫ് സൊസൈറ്റി, അതായത് ലിമിറ്റഡ് ലയബിലിറ്റീസ് ഉള്ള സൊസൈറ്റിയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യമാണ് സെക്ഷൻ 3(1) സെക്ഷൻ 4 സെക്ഷൻ 5 പറഞ്ഞിരിക്കുന്നത്. അടുത്തത് സെക്ഷൻ 6, അതുപോലെ തന്നെ റൂൾ 3 പറയുന്നത് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. ആപ്ലിക്കേഷൻ ഷാൾ ബി മെയ്ഡ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് ഇൻ ഫോം നമ്പർ 1. അപ്പോൾ നമ്മൾ ആദ്യം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഫോം നമ്പർ 1 അതായത് സബ്മിറ്റ് ചെയ്യില്ല, ആപ്ലിക്കേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഫോമാണ് ഫോം നമ്പർ 1 എന്ന് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ഡോക്യുമെൻസും കൂടെ അറ്റാച്ച് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അതായത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ബൈലോസിൻ്റെ 3 കോപ്പീസ്, അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് ഒരു ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, ആ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എത്ര രൂപ വെച്ചാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, ഷെയർ ക്യാപിറ്റലിലേക്ക് എത്രയാണ് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കാണിച്ചിരിക്കണം. അതുപോലെ തന്നെ എക്കണോമിക് സൗണ്ട്നെസ് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റും കൂടെ ഈ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം നമ്പർ 1 കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്യണം. ഇനി ഇത് കൂടാതെ കുറച്ച് ഡോക്യുമെൻസും കൂടെ അറ്റാച്ച് ചെയ്യണം. അതായത് ഇൻഡിവിജ്വൽ മെമ്പേഴ്സാണ് ആപ്ലിക്കൻസ് എന്നുണ്ടെങ്കിൽ മിനിമം 25 മെമ്പേഴ്സെങ്കിലും സൈൻ ചെയ്തിരിക്കണം ആ ആപ്ലിക്കേഷൻ്റെ അകത്ത്. അതുപോലെ തന്നെ ഇനി അഥവാ രജിസ്റ്റേർഡ് സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ പേഴ്സൺ ഓതറൈസ്ഡ്, അതായത് ഓതറൈസ്ഡ് പേഴ്സൺ ഉണ്ട്, അതാണ് അതിൽ സൈൻ ചെയ്യേണ്ടത്. ഇനി ഇത് കൂടാതെ കോഡ് ഫീ സ്റ്റാമ്പ്, 5 രൂപയുടെ ഒരു കോഡ് ഫീ സ്റ്റാമ്പും കൂടെ ആപ്ലിക്കേഷൻ്റെ മുകളിൽ അഫിക്സ് ചെയ്തിരിക്കണം. അതുപോലെ അതിന് ശേഷം എന്ത് ചെയ്യണം? ഈ ആപ്ലിക്കേഷനും ഈ പറയുന്ന ഡോക്യുമെൻസും എല്ലാം കൂടെ അറ്റാച്ച് ചെയ്ത് കോഡ് ഫീ സ്റ്റാമ്പ് ഉൾപ്പെടുത്തി രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കണം. അത് എന്ന് വെച്ചാൽ നമ്മൾ പ്രൊസീജിയറാണ്, അതായത് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്തായിട്ടുള്ളൂ. ഇനി സെക്ഷൻ 7 അകത്ത് പറയുന്നത് രജിസ്ട്രേഷനെ കുറിച്ചാണ്. രജിസ്ട്രാർ എൻ്റർ ദി പർട്ടിക്കുലേഴ്സ് ഇൻ ദ രജിസ്റ്റർ ഓഫ് ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, അതായത് ആപ്ലിക്കേഷൻ വന്ന ഉടനെ തന്നെ ഒരു രജിസ്റ്റർ അവിടെ ഉണ്ട്. രജിസ്ട്രാറിൻ്റെ ഓഫീസിൽ രജിസ്റ്റർ ഓഫ് ആപ്ലിക്കേഷൻ, അതായത്
അതിനെ പറയുന്ന പേര് ഫോം നമ്പർ 2 ആണ്. ആ ഫോം നമ്പർ 2ലേക്ക് ഈ രജിസ്ട്രാർ എന്ത് ചെയ്യണം? രജിസ്ട്രാർ ഈ പർട്ടിക്കുലേഴ്സ് മുഴുവൻ എൻ്റർ ചെയ്യും. അതിനുശേഷം രജിസ്ട്രാർ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ ബൈലോസും എക്സാമിൻ ചെയ്യും. ഇനി രജിസ്ട്രാർക്ക് സാറ്റിസ്ഫൈഡ് ആണ്, പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യും. ആ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷനെയാണ് ഫോം നമ്പർ 3 എന്ന് പറയുന്നത്. ഇഷ്യൂഡ് എലോങ് വിത്ത്, അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ്റെ അകത്ത് സിഗ്നേച്ചർ ഉണ്ടായിരിക്കും, ഒഫീഷ്യൽ സീലുണ്ടായിരിക്കും. അതുപോലെ തന്നെ അതുകൂടാതെ തന്നെ സർട്ടിഫൈ ചെയ്ത ബൈലോസിൻ്റെ കോപ്പിയും കൂടെ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി രജിസ്റ്റർ ദ സൊസൈറ്റി ആൻഡ് ബൈലോസ് വിതിൻ 90 ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ. കിട്ടിക്കഴിഞ്ഞ് 90 ദിവസത്തിനകം എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യണം? എന്തുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്യാത്തത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത് കൺസേൺഡ് സൊസൈറ്റിയെ അറിയിക്കണം. ഇനി സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷനെ കുറിച്ച് പറഞ്ഞു. അത് ഫോം നമ്പർ 3 ആണ്. സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് രജിസ്റ്റർ നമ്പർ, ഡേറ്റ്, കോഡ്, സിമ്പൽ, എക്സെട്ര. ഇതെല്ലാമാണ് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. ഇനി നമ്മൾ രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു കോപ്പി ഫിനാൻസിങ് ബാങ്കിനും സെൻട്രൽ അല്ലെങ്കിൽ അപ്പെക്സ് സൊസൈറ്റിക്കും സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയനും സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനും ഈ കോപ്പി, അതായത് രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ്, കൺസേൺഡ് സൊസൈറ്റിയുടെ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും കൂടെ അയച്ചു കൊടുക്കണം. ഇത്രയുമാണ് രജിസ്ട്രേഷൻ പ്രൊസീജിയർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാരും പഠിക്കാതെ ഇരിക്കല്ല, എല്ലാവരും തന്നെ ഇത് കവർ ചെയ്ത് പോകേണ്ട പോർഷനാണ്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നറിയില്ല. ഈ പോർഷൻസ് അത്രയും തന്നെ ഭാവിയിൽ നിങ്ങൾക്ക് ടെസ്റ്റുകൾക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ്. നിങ്ങളുടെ സബ്ജക്റ്റ് കോപ്പറേഷനാണ്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഇതൊക്കെ. ഇനി അതുകൊണ്ട് നമ്മൾ രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി അടുത്തത് പറയുന്നത് ബൈലോസും മോഡൽ ബൈലോസുമാണ്. അത് റൂൾ 5ലും റൂൾ 6ലുമാണ് മോഡൽ ബൈലോസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ റൂൾ 5ൽ പറയുന്നത് ബൈലോസിനെ കുറിച്ചാണ്. ബൈലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻറ്റേർണൽ ഡോക്യുമെൻ്റ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിലെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ സെയിം പർപ്പസാണ് ബൈലോസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ ബൈലോസ് എന്ന് പറയുന്നത് ആക്റ്റിനോ റൂൾസിനോ പ്രൊവിഷൻസിനോ ഒന്നും എതിരാകാനായിട്ട് പാടില്ല. അപ്പോൾ അത് കണ്ടു വേണം ബൈലോസ് പ്രിപ്പയർ ചെയ്യാൻ. ഈ ബൈലോസിൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡേ ടു ഡേ ഉള്ള വർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ബൈലോസ് യൂസ് ചെയ്യുന്നത്. ഇനി ബൈലോസ് കൂടാതെ നമ്മൾ മോഡൽ ബൈലോസിനെ കുറിച്ച് പറഞ്ഞു. അത് റൂൾ 6ലാണ് മോഡൽ ബൈലോസ് എന്ന് പറയുന്നത്. ഈ മോഡൽ ബൈലോസ് എന്ന് പറയുന്നത് ഇത് രജിസ്ട്രാർ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ്, ബൈലോസിൻ്റെ ഒരു മോഡലാണ്. അപ്പം നമുക്കറിയാം കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ പല ക്ലാസ് ഉണ്ട്. അതായത് ക്രെഡിറ്റ് സൊസൈറ്റീസ് കാണും, ഡയറി സൊസൈറ്റീസ് കാണും, ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് കാണും. അങ്ങനെ പല ബ്രാഞ്ചസ് ഉള്ളതാണ് ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ ബ്രാഞ്ചസ് ഉണ്ട് ഇന്ന്. അപ്പം ഓരോ സൊസൈറ്റീസിനും അനുയോജ്യമായ തരത്തിൽ അതിൽ മോഡിഫിക്കേഷൻസ് വരുത്തി എന്ത് ചെയ്യണം? അവരവരുടേതായ ബൈലോസാക്കി എടുക്കണം. അപ്പോൾ ഇത് ഒരു മോഡലാണ്, രജിസ്ട്രാർ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന മോഡലാണ്. ഇതിൽ നിന്നാണ് ഓരോ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസും അവർക്ക് അനുയോജ്യമായ ബൈലോസ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ അത് ഫർദർ മോഡിഫിക്കേഷൻസ് വരുത്തിയാൽ മതി, അതിനനുസരിച്ച് ബൈലോസ് പ്രിപ്പയർ ചെയ്താൽ മതി. ഇത്രയുമാണ് റൂൾ 5ലും റൂൾ 6ലും പറയുന്നത്. ഇനി അടുത്തത് സെക്ഷൻ 10നെ കുറിച്ചാണ് പറയുന്നത്. സെക്ഷൻ 10ൽ പറയുന്നത് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയുടെ പേര് മാറ്റാൻ സാധിക്കും. അത് ബൈലോസ് അമെൻഡ് ചെയ്താൽ മാത്രം മതി. ബൈലോസിൻ്റെ അകത്ത് ഓൾട്രേഷൻ വരുത്തി കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിയുടെ പേര് മാറ്റാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ലയബിലിറ്റി മാറ്റാം. സെക്ഷൻ 11ൽ ലയബിലിറ്റി മാറ്റാം. അതും ഈ പറഞ്ഞ പോലെ തന്നെ ബൈലോസിൻ്റെ അകത്ത് അമെൻമെൻറ്റ് വരുത്തണം. പക്ഷേ അത് 2/3 മജോറിറ്റിയുടെ അപ്രൂവലും കൂടെ ഉണ്ടെങ്കിൽ ലയബിലിറ്റിയിൽ മാറ്റങ്ങൾ വരുത്താം. ഇനി അടുത്തത് പറഞ്ഞത് അമെൻമെൻറ്റ് ഓഫ് ബൈലോസിനെ കുറിച്ചാണ്. അത് അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 12ലും
13-ലും അമെൻമെൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈലോസിൻ്റെ അകത്ത് ഓൾട്രേഷൻ വരുത്തുന്നതിനെയാണ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് വരുത്തുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ അമെൻമെൻ്റ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അത് 2 തരം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. 2 തരത്തിൽ ചെയ്യാൻ സാധിക്കും. ഒന്ന് വോളണ്ടറി അമെൻമെൻറ്റും ഉണ്ട്, രണ്ടാമത്തെ കമ്പൽസറി അമെൻമെൻറ്റും ഉണ്ട്. വോളണ്ടറി അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ജനറൽ ബോഡി വരുത്തുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ വോളണ്ടറി അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്പൽസറി അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ രജിസ്ട്രാർ ബൈലോയ്ക്കകത്ത് മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ അതിനെ നമ്മൾ കമ്പൽസറി അമെൻമെൻറ്റ് എന്ന് പറയും. വോളണ്ടറി അമെൻമെൻറ്റ് എന്താണ്? വോളണ്ടറി അമെൻമെൻറ്റ് ഒരു പ്രൊസീജിയറാണ് അതിൻ്റെ അത് പറയുന്നത്. ഇതൊന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ ആദ്യം ചെയ്യുന്നത് മാനേജിങ് കമ്മിറ്റി എക്സാമിൻ ദ പ്രപ്പോസ്ഡ് അമെൻമെൻറ്റ്. അതായത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇങ്ങനെ ഓൾട്രേഷൻ, അതായത് ബൈലോയ്ക്കകത്ത് മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ആദ്യം അത് മാനേജിങ് കമ്മിറ്റിയെ അറിയിക്കും. അതിനുശേഷം ഈ മാനേജിങ് കമ്മിറ്റി എന്ത് ചെയ്യും? ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ മുമ്പാകെ ഇത് അവതരിപ്പിക്കും. ഇത് അവതരിപ്പിച്ച് അത് പാസ്സാക്കണം. അത് പാസ്സാക്കുന്നത് 2/3 മജോറിറ്റി ഉള്ള മെമ്പേഴ്സിൻ്റെ 2/3 മജോറിറ്റി എങ്കിലും ഇത് അപ്രൂവ് ചെയ്യണം. ഇനി ഈ അമെൻമെൻറ്റ് എന്ത് ചെയ്യണം? ഈ അമെൻമെൻറ്റ് ഷുഡ് ബി ഫോർവേഡഡ് ടു ദി ജോയിൻറ്റ് രജിസ്ട്രാർ വിത്തിൻ 1 മന്ത്. ഇത് മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജോയിൻറ്റ് രജിസ്ട്രാർക്ക് ഇത് അയച്ചു കൊടുക്കണം. അതിൻ്റെ ഒപ്പം ഒരു ആപ്ലിക്കേഷനും കൂടെ അറ്റാച്ച് ചെയ്യണം. ഇനി അതിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ അതിൽ സെക്രട്ടറി മിനിമം 2 മെമ്പേഴ്സും കമ്മിറ്റിയുടെ 2 മെമ്പേഴ്സെങ്കിലും അതിൽ സൈൻ ചെയ്തിരിക്കണം. ഇനി ആപ്ലിക്കേഷൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ കൂടെ, ആ ആപ്ലിക്കേഷൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തണം. എന്നാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത്, എത്ര ഡേയ്സ് നോട്ടീസ് കൊടുത്തു, ശരിക്കും എത്ര ഡേയ്സാണ് കൊടുക്കേണ്ടത്, ബൈലോ പ്രകാരം എത്ര ഡേയ്സാണ് കൊടുക്കേണ്ടത്, അതിനനുസരിച്ചുള്ള നോട്ടീസൊക്കെ കൊടുത്തോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണം. ഇനി ഉൾപ്പെടുത്തി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ ഓഫ് അമെൻമെൻ്റ് ആണ്. അപ്പോൾ രജിസ്ട്രേഷൻ ഓഫ് അമെൻമെൻറ്റിലേക്ക് വരുന്നത് സെക്ഷൻ 13 കേസാണ്. രജിസ്ട്രേഷൻ ഓഫ് അമെൻമെൻറ്റിൻ്റെ അകത്ത് ചെയ്യുന്നത് രജിസ്ട്രാർ എന്ത് ചെയ്യും? രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദ്യം സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനുമായിട്ടും സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയനുമായിട്ടും ഫിനാൻസിങ് ബാങ്കുമായിട്ടും ഒന്ന് ചർച്ച ചെയ്യും. അതായത് ഈ കൺസേൺഡ് സൊസൈറ്റിയുടെ ഡെപ്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആദ്യം ഒന്ന് ചർച്ച ചെയ്യും. ഇനി അതിൽ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ രജിസ്ട്രാർ സാറ്റിസ്ഫൈ ചെയ്തു എങ്കിൽ എന്ത് ചെയ്യാം? രജിസ്റ്റർ ചെയ്യാം. ഇനി ആ രജിസ്ട്രാർ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്തതിന് ശേഷം കോപ്പി ഓഫ് രജിസ്റ്റേർഡ് അമെൻമെൻറ്റും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷനും സൈൻ ചെയ്ത് സീൽ ചെയ്യണം. അതിൽ സൈൻ ചെയ്ത് സീൽ ചെയ്യണമെങ്കിൽ മാത്രമേ അത് വാലിഡ് ആവത്തുള്ളൂ. ഇനി ആ സീൽ ചെയ്ത് സൊസൈറ്റിക്ക് അയച്ചു. ഇനി ആ അമെൻമെൻറ്റ് എന്നാണ് പ്രവൃത്തിയിൽ വരുന്നതെന്ന് വെച്ചാൽ വിൽ ബി ഇൻ ഫോഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. രജിസ്റ്റർ ചെയ്ത് സീൽ ചെയ്ത് സൈൻ ചെയ്ത് അന്ന് മുതൽ ആ ബൈലോ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്താണ് പ്രാബല്യത്തിൽ വരും. അത് നമ്മൾ പറഞ്ഞത് വോളണ്ടറി അമെൻമെൻ്റ് ആണ്. അത് കമ്മിറ്റി വരുത്തുന്ന അമെൻമെൻ്റ് ആണ്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ കമ്പൽസറി അമെൻമെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. കമ്പൽസറി അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നടത്തുന്നത് രജിസ്ട്രാറാണ്. ഇനി രജിസ്ട്രാർ ഏതൊക്കെ കേസസിലാണ് കമ്പൽസറി അമെൻമെൻറ്റ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് ഏരിയ ഓഫ് ഓപ്പറേഷൻ്റെ അകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അവിടെ രജിസ്ട്രാർ അമെൻമെൻറ്റ് വരുത്തും. ഇനി അതുപോലെ തന്നെ ഓരോ സൊസൈറ്റീസിലും എന്തെങ്കിലും മാറ്റങ്ങൾ, കുറച്ചുകൂടെ സർവീസസ് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ രജിസ്ട്രാർക്ക് തന്നെ നേരിട്ട് അമെൻമെൻറ്റ് ബൈലോയ്ക്കകത്ത് മാറ്റങ്ങൾ വരുത്താം. ഇനി മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ പറഞ്ഞ പോലെ തന്നെ ഫിനാൻസിങ് ബാങ്കും സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയനുമായിട്ട് എന്ത് ചെയ്യണം? ചർച്ച ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം? ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്തുകൊണ്ട് അമെൻമെൻറ്റ് വരുത്താം. ഇതാണ് കമ്പൽസറി അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. Today I am continuing with the KCS Acts 1969 revision portion, section 14 and rule 13, amalgamation, transfer of assets and liabilities and division of society. ഈ പ്രൊസീജിയർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് നേരത്തെ. അപ്പോൾ ഞാൻ കുറച്ച് ഷോർട്ടൺ ചെയ്തിരിക്കുകയാണ് ഒന്നുകൂടെ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് അപ്രൂവൽ ഫ്രം രജിസ്ട്രാർ.
അമാൽഗമേഷനോ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സോ അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് സൊസൈറ്റിയോ നടത്തണമെന്നുണ്ടെങ്കിൽ രജിസ്ട്രാറിൽ നിന്നും പ്രീവിയസ് അപ്രൂവൽ വാങ്ങിച്ചിരിക്കണം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. ദെൻ 15 days നോട്ടീസ്, ഈ മീറ്റിംഗ് നടത്തുന്നതിന് 15 ദിവസം മുമ്പെങ്കിലും നോട്ടീസ് ഓരോരുത്തർക്കും കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ആ മീറ്റിംഗ് വിളിച്ചു കൂട്ടി 2/3 മെജോറിറ്റിയിൽ വേണം റെസൊല്യൂഷൻ പാസ്സാക്കാൻ. അതുപോലെ തന്നെ അതിനുശേഷം ഡിവിഷനോ അല്ലെങ്കിൽ അമാൽഗമേഷനോ നടത്താൻ ഈ റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഡ്രാഫ്റ്റ് ബൈലോയും കൂടെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം, ആ മീറ്റിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കണം, ഡ്രാഫ്റ്റ് ബൈലോസും കൂടെ. ഇതാണ് അമാൽഗമേഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് സൊസൈറ്റിക്കകത്ത് പറയുന്നത്. ഇനി പറയുന്നത് കമ്പൽസറി അമാൽഗമേഷനാണ്. കമ്പൽസറി അമാൽഗമേഷനോ ഡിവിഷനോ നടത്തേണ്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കമ്പൽസറി അമെൻമെൻറ്റ് നടത്തുന്നത് രജിസ്ട്രാറാണെന്ന് പറഞ്ഞു. ഇവിടെയും അത് തന്നെയാണ്, രജിസ്ട്രാർ തന്നെയാണ് ഇവിടെയും അമാൽഗമേഷൻ നടത്തുന്നത്. അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പ്രോസസ്സ്. അപ്പോൾ ആ അമാൽഗമേറ്റ് ചെയ്യുന്നത് രജിസ്ട്രാറാണ്. അപ്പോൾ ഈ രജിസ്ട്രാർ ഈ അമാൽഗമേഷൻ നടത്തുന്നതിന് മുമ്പായിട്ട് ഫിനാൻസിങ് ബാങ്കുമായിട്ടും അതുപോലെ തന്നെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനുമായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കണം. ഒന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം വേണം ഇത് അമാൽഗമേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനമെടുക്കാനായിട്ട്. അതായത് അവരുടെ ഡെപ്റ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഫൈനലൈസ് ചെയ്തതിന് ശേഷം വേണം. ഇനി അതിനുശേഷം രജിസ്ട്രാർ കോൾ അപ്പോൺ കൺസേൺ സൊസൈറ്റി ആൻഡ് മേക്ക് അറേഞ്ച്മെൻറ്റ്സ് ടു അമാൽഗമേഷൻ വിതിൻ ദ സ്പെസിഫൈഡ് ടൈമിനുള്ളിൽ അമാൽഗമേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നടത്തും. അതിന് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് എടുക്കും. ഈ ഫെയിൽസ് ടു ഡു വിതിൻ സ്പെസിഫൈഡ് ടൈം, പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ അമാൽഗമേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഗീവ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ദ കമ്മിറ്റി ടു സ്റ്റേറ്റ് ഡയറക്റ്റ് സ്റ്റേറ്റ് എന്തുകൊണ്ടാണ് അവർക്ക് അമാൽഗമേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടും ഏൽപ്പിച്ചിട്ടും അവർക്കത് അമാൽഗമേഷൻ നടത്താൻ പറ്റുന്നില്ല, അതിൻ്റെ റീസൺ ചോദിച്ചതിന് ശേഷം ഡയറക്റ്റായിട്ട് രജിസ്ട്രാർ തന്നെ എന്ത് ചെയ്യും, അമാൽഗമേഷൻ നടത്തും. അതാണ് കമ്പൽസറി അമാൽഗമേഷൻ്റെ പ്രത്യേകത. അവർക്കൊരു അവസരം കൊടുക്കും, സൊസൈറ്റിക്ക് തന്നെ ഒരു അവസരം കൊടുക്കും. അതിന് ശേഷം അവർക്ക് അമാൽഗമേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ ഡയറക്റ്റായിട്ട് അമാൽഗമേഷൻ പ്രോസസ്സ് നടത്തും. അതിനെയാണ് കമ്പൽസറി അമാൽഗമേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇതിൻ്റെ അത് പറയുന്നത് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് സെക്ഷൻ 15 അതിനെക്കുറിച്ച് പറയുന്നത്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസലായി പോകുന്നത്? 3 കേസസാണ്. ഒന്ന്, ഹോൾ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ ട്രാൻസ്ഫർഡ്. ഒരു സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ അസറ്റ്സും ലയബിലിറ്റിയും വേറൊരു സൊസൈറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പം ആദ്യം ഉണ്ടായിരുന്ന ആ സൊസൈറ്റി എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസലായി പോകും. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ 2 or more സൊസൈറ്റീസ് അമാൽഗമേറ്റഡ് ഇൻ ടു ന്യൂ സൊസൈറ്റി. ഇപ്പോൾ ഓൾഡ് സൊസൈറ്റിയുടെ, അതായത് 2-3 സൊസൈറ്റി അമാൽഗമേറ്റ് ചെയ്ത് പുതിയൊരു സൊസൈറ്റി, ആ 2-3 ആദ്യത്തെ 2-3 സൊസൈറ്റീസിൽ 2 അല്ലെങ്കിൽ 3 സൊസൈറ്റീസ് ഉണ്ടായിരുന്നതിന് ചേർത്ത് പുതിയതൊരെണ്ണം ഉണ്ട്. അപ്പോൾ പഴയ സൊസൈറ്റീസ് എല്ലാം എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അവരുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസലായി പോകും. മൂന്നാമത്തെ കേസ് ഡിവൈഡഡ് ഇൻ ടു 2 or more സൊസൈറ്റി. ഒരു വലിയ സൊസൈറ്റിയെ 2-3 ചെറിയ സൊസൈറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പം ആദ്യത്തെ സൊസൈറ്റി ഓട്ടോമാറ്റിക്കലി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആ സൊസൈറ്റിയുടെ ക്യാൻസലായി പോകുന്നു. അപ്പോൾ ഈ 3 കേസസിലാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസലാകുന്നത്. നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ് നിർത്തിയത് മെമ്പർഷിപ്പ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൽ പറഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും റിവിഷനിലേക്ക് പോയത്. അതായത് സെക്ഷൻ 1 to 15 നമ്മൾ പോയത്. ഇനി വീണ്ടും നമ്മൾ മെമ്പർഷിപ്പ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിലേക്ക് തിരിച്ചു വരികയാണ്. സെക്ഷൻ 16 നിങ്ങൾ ഓർക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൻ്റെ അകത്ത് പറയുന്ന ഏതൊക്കെ ആൾക്കാർക്കാണ് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുന്നതെന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞത്. അത് പറഞ്ഞു പോയതാണ് ഇൻഡിവിജ്വൽ, എനി അതർ സൊസൈറ്റി, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആൻഡ് ബോഡി ഓഫ് പേഴ്സൺസ്. ഇനി ന്യൂ ഏരിയ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി കാർഡാണ്. അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഐഡൻറ്റിറ്റി കാർഡ് നമ്മൾ മെമ്പർഷിപ്പ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പ്രൊസീജിയർ വരെയാണ് പറഞ്ഞത്. ക്വാളിഫിക്കേഷനും അപ് ടു പ്രൊസീജിയർ വരെ നമ്മൾ പറഞ്ഞു. ഇനി പുതിയ പോർഷൻ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി കാർഡ്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന റൂൾ 16A അപ്പോൾ മെമ്പർഷിപ്പ് 16 ആണെന്നും അപ്പോൾ പഠിക്കാൻ എളുപ്പമുണ്ട്. റൂൾ 16A ആണ് ഐഡൻറ്റിറ്റി കാർഡിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഈ ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കൺക്ലൂസീവ് എവിഡൻസ് ഓഫ് മെമ്പർഷിപ്പിൻ്റെ ഒരു മെമ്പർഷിപ്പ് ഉണ്ട്, അതായത് ആ സൊസൈറ്റിയുടെ മെമ്പറാണ് എന്ന് എടുത്ത് കാണിക്കുന്ന ഒരു എവിഡൻസ് ആണ് ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറയുന്നത്. അത് ഫോം നമ്പർ 6A അപ്ലൈ ചെയ്യുന്നത്.
ഫോം നമ്പർ 6A ഐഡൻറ്റിറ്റി കാർഡിൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓർക്കാൻ എളുപ്പമാണ്. 16 മെമ്പർഷിപ്പാണ്, 16A ഐഡൻറ്റിറ്റി കാർഡാണ്, 6A ഫോം നമ്പർ 6A അതിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഓർക്കാൻ എളുപ്പമാണ്. ഇനി അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ 2 copies ഓഫ് റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ് ടു സൊസൈറ്റിക്ക് കൊടുക്കുക. നമ്മൾ ആപ്ലിക്കേഷൻ എഴുതുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 ഫോട്ടോയും കൂടെ സബ്മിറ്റ് ചെയ്യുക. അതിൽ എന്ത് ചെയ്യണം, അറ്റസ്റ്റഡ് ബൈ ചീഫ് എക്സിക്യൂട്ടീവ് ഓർ ആൻ ഓഫീസർ കൺസേൺഡ്, ആരെയാണോ ഏൽപ്പിച്ചിരിക്കുന്നത്, അറ്റസ്റ്റ് ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത് അവരെ കൊണ്ട് അത് അറ്റസ്റ്റ് ചെയ്യിക്കുക. മൂന്നാമത്തെ കേസ് പ്രൊസീജിയർ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 2 കോപ്പിയാണല്ലോ, ഒരു കോപ്പി ഐഡൻറ്റിറ്റി കാർഡിലും ഫോട്ടോഗ്രാഫിൻ്റെ ഒരു കോപ്പി ഐഡൻറ്റിറ്റി കാർഡിലും ഒരു കോപ്പി രജിസ്റ്റർ ഓഫ് ഫോം 6B എന്ന് പറഞ്ഞൊരു രജിസ്റ്റർ ഉണ്ട്. ആ രജിസ്റ്ററിൻ്റെ അകത്തും ഒട്ടിക്കുക. അതിനുശേഷം സീൽ ചെയ്ത ID കാർഡ് മെമ്പറിന് ഡയറക്റ്റായിട്ട് കൊടുക്കണം. മറ്റൊരാൾ മുഖാന്തരം കൊടുക്കാൻ പറ്റത്തില്ല. ഡയറക്റ്റായിട്ട് മെമ്പറിന് എത്തിച്ചു കൊടുക്കണം. ഒന്നിൽ ഡയറക്റ്റായിട്ട് മെമ്പറിനെ വിളിച്ച് വരുത്തി ഇത് കയ്യിൽ ഏൽപ്പിക്കുകയാണ് ചെയ്ത്, മറ്റൊരാളെ ഏൽപ്പിക്കാൻ പാടില്ല. ഇനി ഈ ഐഡൻറ്റിറ്റി കാർഡിന് ഏതെങ്കിലും വിധേന നഷ്ടം, അതായത് ഇത്തരത്തിലുള്ള നഷ്ടം ഉണ്ടാകാൻ, സാധനം കാണാതെ പോവുകയോ അല്ലെങ്കിൽ ആക്സിഡൻ്റലി ഡിസ്ട്രോയിഡ്, ഏതെങ്കിലും കത്തിപ്പോവോ നശിച്ചു പോവോ ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യും. ഇനി ഇത് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഇഷ്യൂ ചെയ്തതിന് ശേഷം വീണ്ടും പഴയ കാർഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, മിസ്പ്ലേസ് ആയിപ്പോയ കാർഡ് തിരിച്ച് കിട്ടുകയാണെങ്കിൽ ആ കോപ്പി എന്ത് ചെയ്യണം, ഒറിജിനൽ ഐഡൻറ്റിറ്റി കാർഡ് എന്ത് ചെയ്യണം, തിരിച്ച് നമ്മൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ തിരിച്ചു കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഇതാണ് ഐഡൻറ്റിറ്റി കാർഡിൻ്റെ അകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള. ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറയുന്നത് 16A എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. കൺക്ലൂസീവ് എവിഡൻസ് ആണ്. ഇനി അതിൻ്റെ പ്രൊസീജിയറാണ് പറഞ്ഞത്. 2 ഫോട്ടോ കൊടുക്കണം. സൊസൈറ്റിയിൽ നമ്മൾ ചെന്നിട്ട് 2 ഫോട്ടോ കൊടുക്കണം. അതുപോലെ തന്നെ അത് അറ്റസ്റ്റ് ചെയ്യണം. അത് ചീഫ് എക്സിക്യൂട്ടീവോ ഓഫീസറോ അറ്റസ്റ്റ് ചെയ്യണം. ഇനി ആ ഫോട്ടോഗ്രാഫ് ഒരെണ്ണം ഐഡൻറ്റിറ്റി കാർഡിൽ, ഒരെണ്ണം രജിസ്റ്റർ ഓഫ് ഫോം 6B, ഒരു രജിസ്റ്റർ ഉണ്ട്. ആ ഫോം 6Bയുടെ ഒരു രജിസ്റ്റർ ഉണ്ട്, അതിൻ്റെ അകത്ത് പതിപ്പിക്കണം. ഇനി സീൽ ചെയ്ത ID കാർഡ് മെമ്പറിന് ഡയറക്റ്റായിട്ട് ഇഷ്യൂ ചെയ്യുക. മറ്റൊരാൾ മുഖാന്തരം കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇത് നഷ്ടപ്പെടുകയാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ID പ്രൂഫ് വീണ്ടും ഇഷ്യൂ ചെയ്യുന്നതാണ്. ഇതാണ് ID കാർഡിനെ കുറിച്ച് പറയാനുള്ളത്. ഈ എക്സ്പൾഷൻ ഓഫ് മെമ്പർ, അത് സെക്ഷൻ 17 ആണ്. 16 മെമ്പറാണ്. 16 എന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പിനെ കുറിച്ചും, 17 അതുപോലെ തന്നെ റൂൾ 18 പറയുന്ന എക്സ്പൾഷൻ ഓഫ് മെമ്പർ. ഒരു മെമ്പറിനെ നീക്കം ചെയ്യുന്നതിനെയാണ് എക്സ്പൾഷൻ ഓഫ് മെമ്പർ എന്ന് പറയുന്നത്. അത് എപ്പോഴാണ് എന്നാണ് ഇനി പറയുന്നത്. മെമ്പർ ആക്റ്റഡ് എഗൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് സൊസൈറ്റി. ഒരു മെമ്പർ സൊസൈറ്റിക്ക് എഗൻസ്റ്റായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അയാളെ എന്ത് ചെയ്യാം, സൊസൈറ്റിക്ക് നീക്കം ചെയ്യാം. അങ്ങനെ നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രമേയം പാസ്സാക്കണം, റെസൊല്യൂഷൻ പാസ്സാക്കണം. ആ റെസൊല്യൂഷൻ പാസ്സാക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. അതുപോലെ തന്നെ 2/3 മജോറിറ്റി എങ്കിലും വോട്ട് ചെയ്യണം. ഈ മെമ്പറിനെ എക്സ്പെൽ ചെയ്യണം എന്ന് സപ്പോർട്ട് ചെയ്യുന്ന മജോറിറ്റി ആൾക്കാർ ഉണ്ടായിരിക്കണം. ഇനി അത് പാസ്സാക്കിയതിന് ശേഷം ആ വിവരം നമ്മൾ എന്ത് ചെയ്യണം, 15 ദിവസത്തിനകം മെമ്പറിനെ അറിയിക്കണം. ഇതാണ് എക്സ്പെൻഷൻ ഓഫ് മെമ്പർ എന്ന് പറയുന്നത്. നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ സെക്ഷൻ 18. ഇതെല്ലാം ഒരു കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാനായിട്ട് എളുപ്പമുണ്ട്. അപ്പം ഓരോന്നും ലിങ്ക് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. ഇത് നിങ്ങൾക്ക് ഭാവിയിൽ ആവശ്യമുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് മനസ്സിലാക്കി പഠിക്കുക. നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ മീൻസ് മെമ്പർ നോട്ട് എൻറ്റൈറ്റിൽഡ് ടു എനി ഷെയർ ഓർ പ്രോഫിറ്റ്സ്. അവർക്ക് പ്രോഫിറ്റ് ഇല്ല, ഷെയറൊന്നും കിട്ടത്തില്ല. പിന്നെ അതുപോലെ തന്നെ നോ വോട്ടിംഗ് റൈറ്റ്. വോട്ടിംഗ് റൈറ്റും ഇല്ല, ഈ 2 കേസും ഇല്ല. പിന്നെ റൈറ്റ്സ് ഉള്ളി. എന്താണ് അവർക്ക് കിട്ടുന്ന റൈറ്റ് എന്ന് പറഞ്ഞാൽ, ബൈലോസിൽ എന്തെങ്കിലും ഈ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും റൈറ്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ അവർക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ നോമിനൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്നായിരുന്നു റൈറ്റ്സ് ഓഫ് മെമ്പേഴ്സ്. എപ്പോഴാണ് അവർക്ക് മെമ്പർഷിപ്പ് റൈറ്റ് കിട്ടുന്നത്? സെക്ഷൻ 19 റൂൾ 20 അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓൺലി ആഫ്റ്റർ മേക്കിംഗ് പേയ്മെൻറ്റ്സ്. ചില പേയ്മെൻറ്റ്സ് അടച്ചു കഴിയുമ്പോഴാണ് അവർക്ക്
മെമ്പർഷിപ്പ് റൈറ്റ് കിട്ടുന്നത്. പേയ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. അഡ്മിഷൻ ഫീ, സബ്സ്ക്രിപ്ഷൻ ടു ഷെയർ ക്യാപിറ്റൽ ഓർ എനി അതർ സ്പെസിഫൈഡ് ഇൻ ബൈലോസ്. അഡ്മിഷൻ ഫീ അടയ്ക്കണം, അതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ മറ്റെന്തെങ്കിലും ചെയ്യാനായിട്ട് ആവശ്യപ്പെടും, ബൈലോസിൽ എന്തെങ്കിലും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ ചെയ്തെങ്കിൽ മാത്രമേ എന്താകത്തുള്ളൂ, മെമ്പർഷിപ്പ് റൈറ്റ് മെമ്പേഴ്സിന് കിട്ടത്തുള്ളൂ. അത് സെക്ഷൻ 19 അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. Today's assignment is briefly explain procedure for voluntary amendment and also briefly explain identity card and nominal or associate member. അപ്പോൾ ഈ 3 കാര്യങ്ങളും നിങ്ങൾ ഇന്ന് സബ്മിറ്റ് ചെയ്യണം. താങ്ക് യു.